ഇടുക്കി വണ്ടപ്പുറം നെയ്യശ്ശേരി തേവക്കൂമ്പൻ റോഡ് നിർമ്മാണം പ്രതിസന്ധിയിൽ. റോഡ് നിർമ്മാണത്തിന് തടസ്സമായി നിന്ന മരം നാട്ടുകാർ മുറിച്ചതിന് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് ഉദ്യോഗസ്ഥർക്കെതിരെയും കരാർ കമ്പനി ജീവനക്കാർക്കെതിരെയും കേസെടുത്തിരുന്നു. കേസ് പിൻവലിക്കാതെ നിർമ്മാണം ആരംഭിക്കില്ല എന്ന നിലപാടിലാണ് കരാർ കമ്പനി. കരിമണ്ണൂർ, വണ്ണപ്പുറം, പട്ടയംകുടി രണ്ട് പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന 29 കിലോമീറ്റർ നീളമുള്ള റോഡാണ് നിർമ്മിക്കുന്നത്. 133 കോടി രൂപയാണ് ചെലവ്. എന്നാൽ ഈ റോഡിന്റെ നിർമ്മാണം ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. ഇതിനു കാരണം വനംവകുപ്പാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നെയ്യശ്ശേരി മുതൽ തോക്കുമ്പൻ വരെയുള്ള റോഡിന്റെ 1.5 കിലോമീറ്റർ വനഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ റോഡ് നിർമ്മാണത്തിന് 20 മരങ്ങൾ തടസ്സമായി. ഇത് മുറിച്ചു നീക്കാൻ KSTP വനംവകുപ്പിനെ സമീപിച്ചു. എന്നാൽ വനംവകുപ്പ് അനുമതി നൽകിയില്ല. ഇതോടെ സമീപത്തെ വീടുകൾക്ക് മരങ്ങൾ ഭീഷണിയാണെന്ന് കാട്ടി കുടുംബങ്ങൾ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകി. ഇതിൽ ജില്ലാ കളക്ടർ അനുകൂല നിർദ്ദേശം നൽകിയതിന് പിന്നാലെ നാട്ടുകാർ ചേർന്ന് ഈ മരങ്ങൾ മുറിച്ചു. അതിനുശേഷവും കോതമംഗലം DFO വന്നിരുന്ന DFO സമ്മതിക്കാതെ വന്ന സാഹചര്യത്തിൽ ഈ നാട്ടിലെ ജനപ്രതിനിധികളും നാട്ടുകാരും ആ വീടിനെ സുരക്ഷിതമാക്കണം, അവരെ രക്ഷിക്കേണ്ട സാഹചര്യം ഉള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ ആ മരം മുറിച്ചവിടെ ഇട്ടു. അപ്പോൾ വനം വകുപ്പ് വരുന്നു, അതിൽ DP അടിക്കുന്നു, ഡേഞ്ചർ പെറ്റീഷൻ അവർ അടിക്കുന്നു. ആ മരത്തിൽ 90% വർക്കും പൂർത്തിയായ സാഹചര്യത്തിലാണ് വനം വകുപ്പ് ഈ നടപടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അവരെ അതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് ബോധ്യമില്ല. ആദ്യം ദുരന്ത നിവാരണ നിയമപ്രകാരം എന്ന് വ്യക്തമാക്കുന്ന DP നമ്പറാണ് മരങ്ങളിൽ വനംവകുപ്പ് കുറിച്ചത്. എന്നാൽ 4 മാസങ്ങൾക്ക് ശേഷം ഇതിൽ സർക്കാർ തടിയെന്ന് രേഖപ്പെടുത്തുകയും KSTP കരാർ ജീവനക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഫോറസ്റ്റ് നിരന്തരം ഒരു ഇഷ്യൂ മാറ്റി കഴിയുമ്പോൾ അടുത്ത വേറെ പറഞ്ഞവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അതാണ് ഫോറസ്റ്റുകാരുടെ എങ്ങനെയും ഇതിന് തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയായിട്ട് മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. കരാർ കമ്പനിക്കും KSTP ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുത്തതിന് പിന്നാലെ റോഡ് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. പിന്നീട് ഇത് പിൻവലിച്ചു. എന്നാൽ തങ്ങൾക്കെതിരെ ചുമത്തിയ കേസ് പിൻവലിക്കാതെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തില്ല എന്ന നിലപാടിലാണ് കരാർ കമ്പനി. ഇതിൽ നമ്മൾ ഒരു മരവും മുറിച്ചിട്ടില്ല. നമുക്ക് മരം അബ്സ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ആൾറെഡി നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളവിടെ. സോ അതിനുശേഷം നമ്മൾ ഇത് കുറേ കറസ്പോണ്ടൻസ് നടന്നിട്ടുണ്ട്. ബട്ട് ഇതുവരെ മരങ്ങളൊന്നും മുറിച്ചിട്ടില്ല. ആദ്യം DP നമ്പർ രേഖപ്പെടുത്തിയ അതേ റേഞ്ച് ഓഫീസർ തന്നെയാണ് പിന്നീട് കേസെടുത്തത് എന്നത് വിചിത്രമാണ്. വ്യാപകമായി മരം മുറിച്ചതിനെ തുടർന്നാണ് കേസെടുക്കേണ്ടി വന്നതെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. ആരാണ് മരങ്ങൾ മുറിച്ചതെന്ന് വ്യക്തമല്ലാത്തതിനാലാണ് കരാർ കമ്പനിക്കും നിർവ്വഹണ ഏജൻസിയായ KSTP ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുക്കേണ്ടി വന്നതെന്നാണ് റേഞ്ച് ഓഫീസർ പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.